വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാങ്ക്ഫർട്ടിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫ്രാങ്ക്ഫർട്ട് ഒത്തിരി സെയിൽസ് ഒക്കെ നടത്തുന്നുണ്ട്, മെഗാ സെയിൽസ് ഒക്കെയാണ് നടത്തുന്നത്, ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു തട്ടിപ്പ് സ്കീമാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ടിൻ്റെ സെയിൽസും അതുപോലെ തന്നെ അവർ ആ പ്ലേയേഴ്സ് ചെന്ന് കഴിയുമ്പോൾ ആ ക്ലബ്ബിൽ ഉണ്ടാകുന്ന സക്സസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണെന്ന് പറയാം. ഏതാണ്ട് 90% ഫ്ലോപ്പ് റേറ്റ് ആണ് ഇവരുടെ പല ബിഗ് മണി സെയിൽസിന് ഉണ്ടായിട്ടുള്ളത്. ബാർ മർമോഷ് ഇപ്പോൾ ജസ്റ്റ് സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓൺലി ടൈം വിൽ ടെൽ. ഇപ്പം എന്തായാലും നമുക്ക് ഇവരുടെ സെയിൽസിനെ പറ്റി നോക്കാം. നമ്പർ 1 കോലോ മുവാനിയാണ്. 95 മില്യൺ ആണ് ഫ്രാങ്ക്ഫർട്ട് PSG കോളോമോണിനെ വിറ്റത്. അപ്പോൾ കോളോമാണി PSG ചെന്നതിന് ശേഷം ഈ രണ്ട് സീസണുകളിലാണ് PSG ഉണ്ടായുള്ളൂ. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വിൻഡോയിൽ അദ്ദേഹം യുവൻറ്റസിലേക്ക് പോയി. അപ്പോൾ 2 സീസണുകളിൽ മൊത്തം 8 ലീഗുകൾ മാത്രമേ കോളോമോനെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. 95 മില്യൺ എന്ന് പറയുന്ന വലിയ തുകയ്ക്ക് വന്ന ഒരു സ്ട്രൈക്കറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ല, തീർച്ചയായും അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. മുവാനി PSG സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരുന്നു. ഇപ്പോൾ യുവൻറ്റസിലേക്ക് ചെന്നിട്ട് 5 ഗോളുകളൊക്കെ 5 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മേടിച്ച ക്ലബ്ബായ PSG സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണൊക്കെ ആയിട്ട് പറയുന്നത് മുവാനി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ടീമിന് പറ്റിയ പ്ലെയറാണ്. ഇപ്പോൾ PSG എൻട്രിക്ക് പൊസിഷൻ ബേസ്ഡ് സിസ്റ്റം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതി അതാണൊരു കാരണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പ്ലെയർ സൈഡിൽ ഓക്കെ ആണെന്നൊക്കെയാണ് മുവാനിനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്പർ 2 അവരുടെ ബിഗ്ഗസ്റ്റ് സെയിൽ എന്ന് പറയുന്നത് മർമോഷാണ്. 75 to 80 മില്യൺ ആ റേഞ്ചിലാണ് മാൻ സിറ്റി മേടിച്ചിട്ടുള്ളത്. ആസ് വി സെഡ്, ടൈം വിൽ ടെൽ ആൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നുള്ള കാര്യം. അതുപോലെ നെക്സ്റ്റ് പറയാനുള്ളത് ലൂക്ക ജോവിച്ചിനെ കുറിച്ചിട്ടാണ്. 65 മില്യൺ എന്ന് പറയുന്ന വലിയ തുകയ്ക്ക് റയൽ മാഡ്രിഡ് മേടിച്ച താരമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ലൂക്ക ജോവിച്ച് ഫ്രാങ്ക്ഫർട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. ലെവൻഡോസ്കി ഒക്കെ ആയിട്ടായിരുന്നു കമ്പാരിസൺ. കാര്യം 27 ഗോളുകൾ ഒരു സീസണിൽ ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി അടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും കണ്ണിലേക്ക് ഈ ജോവിച്ച് പെട്ടു. അപ്പോൾ അങ്ങനെ റയൽ മാഡ്രിഡ് മേടിച്ചു. പക്ഷേ 2 സീസണിൽ ആകെ 3 ഗോളെ ജോവിച്ചിന് അടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പുകളിൽ ഒരാളാണ് ലൂക്ക ജോവിച്ച്. അതുപോലെ മറ്റൊരു സ്ട്രൈക്കറാണ് പിന്നെ ഇവർ വലിയൊരു പൈസയ്ക്ക് വിറ്റൊരു പ്ലെയറാണ്. 50 മില്യണിന് സെബാസ്റ്റ്യൻ ഹാളറിനെ വെസ്റ്റ് ഇവർ വിറ്റിരുന്നു. വെസ്റ്റ് ഹാമിലേക്ക് ചെന്നിട്ടാണെങ്കിലും ആളെ 2 സീസണിൽ ആകെ 10 ഗോളുകളെ അടിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ വെസ്റ്റ് ഹാമിൽ ഒരു ഫ്ലോപ്പ്. അതിനുശേഷം അയാക്സ് ചെന്നിട്ട് അവിടെ ഹിറ്റായി സെബാസ്റ്റ്യൻ ഹാളർ. പിന്നെ പറയാനുള്ളത് ആൻഡി റെബിച്ചിനെ പറ്റിയിട്ടാണ്. AC മിലാനിലേക്ക് ഇതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിൽ ലോണിൽ പോയ സമയത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ പെർമനൻറ്റ് മൂവ് നടത്തിയതിന് ശേഷം ഒരു മിക്സഡ് അഭിപ്രായമാണ് ആളെ പറ്റി ഉണ്ടായിട്ടുള്ളത്. ഒത്തിരി ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ റെബിച്ചിന് സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് മാറി. ഏതാണ്ട് 25 മില്യൺ ഇവർ വിറ്റൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ജസ്പർ ലിംസ്റ്റോം നപ്പോളിലേക്കാണ് ഇവർ വിറ്റത്. അതാണ് 30 മില്യൺ എന്നുള്ള തുകയ്ക്ക് വിറ്റതാണ്. പക്ഷേ ഇപ്പോൾ ആൾ കളിക്കുന്ന എവർട്ടന് വേണ്ടിയിട്ടാണ്. നപ്പോളിൽ ആകെ ഒരു സീസണിൽ ഉണ്ടായുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റിച്ച് യുവൻറ്റസിലേക്ക് വിട്ടു. കോസ്റ്റിച്ചിനാണെങ്കിലും ഒരു മിക്സഡ് റെസ്പോൺസാണ് കോസ്റ്റിച്ചിനെ പറ്റി ഉണ്ടായത്. അവിടെ അത്രയധികം വലിയ ഇമ്പാക്റ്റ് ഒന്നും കോസ്റ്റിച്ചിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ 300-ലധികം യൂറോ ഇവർ പ്ലെയർ സെയിൽസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിലെ വലിയൊരു കൊള്ളസംഘമാണ് ഫ്രാങ്ക്ഫർട്ട്. അവർ നല്ല വലിയ തുകയ്ക്കാണ് അവരുടെ താരങ്ങളെ വിൽക്കുന്നത്. പക്ഷേ മേടിക്കുന്ന ക്ലബ്ബുകൾക്കൊക്കെ മാൻഡ്രേക്ക് എഫക്റ്റീവ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.